Hello friends, TechElectronics in the video. We will see emergency SMPS service. We will SMPS on. We emergency board. We will point resistance കരിഞ്ഞിരിപ്പുണ്ട് ഇത് അത് SMD resistance 105 meg ന്റെ resistance ആണത് അത് ഇവിടെ സ്പാർക്ക് ആയി കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് ബാക്കി നമ്മുടെ വോൾട്ടേജുകളൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം ഞാൻ എമർജൻസി ഓൺ ചെയ്തിട്ടുണ്ട് പവർ ഓൺ ചെയ്തു നമ്മുടെ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ പോയിന്റിൽ വോൾട്ടേജ് ഉണ്ടോ എന്ന് നോക്കണം ഒരു 310 320 റേഞ്ചിൽ വോൾട്ടേജ് ഉണ്ടാവണം അവിടെ നമുക്ക് വോൾട്ടേജ് വരുന്നില്ല അപ്പോൾ നമുക്ക് AC വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം AC വോൾട്ടേജ് ഓക്കേ 235 വരെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആണ് ഉള്ളത് ഓക്കേ ഈ റെസിസ്റ്റൻസിൽ നമുക്ക് വോൾട്ടേജ് ഇപ്പുറത്ത് വരെ വരുന്നില്ല നമ്മൾ മീറ്റർ കണ്ടിന്യൂറ്റി റേഞ്ചിൽ ഇട്ടിട്ടുണ്ട് റെസിസ്റ്റൻസ് നമുക്ക് ഓപ്പൺ ആണ് ഇത് ഫ്യൂസിനായിട്ട് പകരം നമുക്ക് ഉപയോഗിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് ഒരു 1 ohms ആ റെസിസ്റ്റൻസിന് പകരം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഫ്യൂസ് പോലെ വയർ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓൺ ചെയ്ത് നോക്കാം നമ്മുടെ മീറ്റർ DC AC-ലാണ് AC 750 മീറ്റർ ഉണ്ട് ഓൺ ചെയ്തു ഓക്കെ ഇപ്പം നമ്മുടെ ഈ റെക്ടിഫയർ പോയിന്റിൽ വരെ നമ്മുടെ വോൾട്ടേജ് എത്തുന്നുണ്ട് ഇനി നമുക്ക് DC വോൾട്ടേജ് സെറ്റ് ചെയ്യാം അതിനിപ്പുറത്ത് നമുക്ക് DC വോൾട്ടേജ് വരണം ഇത് കപ്പാസിറ്റർ ആണ് ഓക്കെ 300 വോൾട്ട് ഇവിടെ വരെ വരുന്നുണ്ട് 303 വോൾട്ട് ഇനി നമുക്ക് ഈ ബേൺ ആയിട്ടുള്ള നമ്മുടെ 1 മെഗിന്റെ ആ റെസിസ്റ്റൻസ് ഒന്ന് മാറ്റിയിട്ട് നോക്കണം നമുക്ക് ആ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പം ഞാൻ 2 മെഗിൽ മീറ്റർ ഇട്ടിട്ടുണ്ട് ഇതിൽ മിക്കവാറും നമ്മുടെ കപ്പാസിറ്റർ ചാർജ് ചെയ്ത് നിൽക്കും ഒന്ന് ഷോർട്ട് ചെയ്തേക്കണം ചിലതിൽ നമുക്ക് കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട് ഇത് നമ്മൾ 1 മെഗിൻ്റെ 2 1 മെഗ് സീരിയലിലാണ് അപ്പം അത് വാല്യൂ നമുക്ക് വേരി ആയിട്ടാണ് നമ്മളെ കാണിക്കുന്നത് നമുക്ക് അന്നേരം ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എടുത്ത് നോക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടണും അമർത്തുക പിന്നെ മറക്കാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇലക്ട്രോണിക്സ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ റെസിസ്റ്റൻസ് നമ്മൾ ഇളക്കി ഇട്ടിട്ടുണ്ട് ഇളക്കിയിട്ട് നമ്മുടെ മീറ്ററിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ അതിനകത്തൊരു വാല്യൂ നമുക്ക് കാണിക്കുന്നില്ല ഇപ്പം നമ്മുടെ ഈ 1 മെഗിൻ്റെ റെസിസ്റ്റൻസ് 0.986 K വരെ കാണിക്കുന്നുണ്ട് അതായത് 1 മെഗിന് അടുത്ത് തന്നെ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ ഒരു 1 മെഗിൻ്റെ റെസിസ്റ്റൻസ് ഇട്ട് നോക്കാം നമ്മുടെ പവർ സപ്ലൈ ഓൺ ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞാനിത് കുറച്ച് സൂം ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഈ രണ്ട് ഇതാണ് 1 മെഗിൻ്റെ റെസിസ്റ്റൻസ് ഇതാണ് നമ്മുടെ ഇപ്പോൾ നമ്മൾ മാറ്റി ഇടാൻ പോകുന്ന 1 മെഗിൻ്റെ റെസിസ്റ്റൻസ് കാരണം അതിനപ്പുറത്ത് ഒരു 1 മെഗും അത് രണ്ടും സീരിയലാണ്
ഞാനിവിടെ SMD അല്ലാത്തൊരു സാധാ റെസിസ്റ്റൻസ് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. 2.2 മെഗിൻ്റെ ആണത്. 1 മെഗ് എൻ്റെ ഇപ്പോൾ കിട്ടിയില്ല എനിക്ക്. ഇപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ പവർ സപ്ലൈ ഓൺ ആയിട്ടുണ്ട്. ലൈറ്റ് കത്തി. നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. മീറ്റർ 200-ലാണ്. ഇത് നമ്മുടെ ഗ്രൗണ്ട് പോയിന്റ്. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് പോയിന്റ്. 7.6 വോൾട്ട്. ഓക്കെ ആണ്. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇത്ര ചെയ്യേണ്ടത്, ഇനി ഇവിടെ ഒരു 1 മെഗ് തന്നെ ഇട്ട് കൊടുക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ ഈ ഇത് മാറ്റിയിട്ട് നമ്മളൊരു 1 ohms 10 ohms ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസ് ഇട്ട് കൊടുക്കുക. ഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഇതൂടെ ഞാൻ മാറ്റിയിടും. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.